നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കന്നിരാശി, കന്നി ലഗ്നവും. ലഗ്നം ഏതാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങളുടെ ജ്യോതിഷപരമായ പൊതുവിലുള്ള സംശയങ്ങൾക്കെല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെടാം. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. കൂടാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല ഏറ്റവും പൊലിമയുള്ള പൂർണ്ണതയുള്ള നല്ല കാലങ്ങൾ വരുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. ഓക്കെ, അപ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ് വരുന്നത്. ഇത് വെറുതെ തള്ളുകയല്ല, ക്ലിയറായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പോൾ കർക്കിടക മാസമാണ്, നിങ്ങൾക്കറിയാം. കർക്കിടക മാസത്തിൽ മുഴുവൻ സൂര്യൻ നിങ്ങളുടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. ഓക്കെ, അത് ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിലും ദിനഫലം ഇടാറുണ്ട്. അത് ഞങ്ങളുടെ ചാനൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ദിനഫലം അഥവാ രാശിഫലം ഇടുന്നുണ്ട്. അതിനകത്ത് ചുരുക്കി പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് കർക്കിടക മാസത്തിൽ മുഴുവൻ സൂര്യൻ കന്നിരാശിക്ക് അനുകൂലമാണ്. ഓക്കെ, ഇത് കൂടാതെ ഓഗസ്റ്റ് 2 മുതൽ നവംബർ 12 വരെ എന്ന് പറയുമ്പോൾ കുറച്ച് ദീർഘകാലയളവാണ്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഏതാണ്ട് 3.5 മാസം നിങ്ങൾക്ക് ചൊവ്വ അനുകൂലമാണ്. അതൊരു 1.5 അനുകൂല അവസ്ഥയാണ്. മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ചൊവ്വ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പറയാം. ഈ കാലയളവിൽ, അതായത് നവംബർ 17 തൊട്ട് നല്ല കാലം തുടങ്ങുന്നു. നല്ല കാലത്തിൽ തന്നെ പൂർണ്ണതയുള്ള പൊലിമയുള്ള പ്രോജ്വലമായ ദിവസങ്ങൾ വരികയാണ്. ജൂലൈ 17 തൊട്ട് ഏതാണ്ട് നവംബർ 12 വരെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാലയളവിൽ ശനി, വ്യാഴം, രാഹു, കേതു, ഇതുപോലെ 4 ഗ്രഹങ്ങൾ ഈ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങൾക്ക് മാറ്റമില്ല. ഓക്കെ, പിന്നെ ചൊവ്വയും സൂര്യനും കൂടാതെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ, അവയുടെ മാറ്റങ്ങൾ പൊതുവിൽ നമ്മളിതിനകത്ത് വിവക്ഷിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് 3 ശുഭഗ്രഹങ്ങളാണെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ശുക്രൻ 9 രാശിയിൽ 9 ഭാവത്തിൽ വന്നാൽ അനുകൂലമായിട്ടുള്ള ഫലം തരും. അത് മാത്രമല്ല 6, 7, 10 തുടങ്ങിയ ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ശുഭഗ്രഹമാണ്, വലിയ ദുരിതങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. അതുപോലെ തന്നെയാണ് ബുധൻ 6 ഭാവങ്ങളിൽ അനുകൂല ഫലം തരും. ചന്ദ്രനും 6 ഭാവങ്ങളിൽ ഗുണഫലം തരും. അപ്പോൾ പ്രതികൂലമായിട്ട് ഇതൊക്കെ നിന്ന് കഴിഞ്ഞാലും വലിയ ദുരിതങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്. ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന 4 ഗ്രഹങ്ങൾ ശനി, വ്യാഴം, രാഹു, കേതു, ഇതിന് വല്ലപ്പോഴൊക്കെ മാറ്റം വരത്തുള്ളൂ. ഓക്കെ,
അതിവിടെ സംഭവിക്കുന്നില്ല ഈ പറഞ്ഞ ജൂലൈ 17 നവംബർ 12 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുവാണ്? പാപഗ്രഹങ്ങളായ ചൊവ്വയും സൂര്യനും. അതാണ് ഒന്നൊന്നര നേട്ടവും തരുന്നത്, കോട്ടവും തരുന്നത്. അതുകൊണ്ട് അവയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ രാശിഫലം പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ജൂലൈ 17 തൊട്ട് ഏതാണ്ട് ആഗസ്റ്റ് 16 വരെ സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുമ്പോൾ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് അനുകൂല സമയം, ജോലി കിട്ടാനുള്ള സാധ്യത. പിന്നെ ജോലി ഉള്ളവർക്ക് തന്നെ പുതിയൊരു ജോലി കൂടുതൽ ശമ്പളത്തോടെ കിട്ടാനുള്ള സാധ്യത. പിന്നെ തൊഴിലുള്ളവർക്ക് തന്നെ പ്രൊമോഷൻ കിട്ടാനും ശമ്പള വർധനവ് കിട്ടാനും ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് കിട്ടാനും സാധ്യത. കൂടാതെ നിങ്ങളുടെ വീട്ടിനടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയെന്ന് വരാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ മേലധികാരി നിങ്ങളോട് പ്രീതികരമായിട്ട് പെരുമാറും. അതുമാത്രമല്ല, ചിലപ്പോൾ പുതിയൊരു മേലധികാരി വന്ന് നിങ്ങളെ വലിയ ഇഷ്ടത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇനിയുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിവേ, അതിനുശേഷം സൂര്യൻ തരുന്ന വലിയൊരു നേട്ടത്തിൽ ഒരെണ്ണം ഇതാണ് പിതൃഗുണം. പിതാവിന് ഐശ്വര്യം, പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാനും, അതുപോലെ തന്നെ പിതാവിന് ഇപ്പം രോഗ ദുരിതങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ശമിക്കാനും പൂർണ്ണമായിട്ട് ഭേദപ്പെടാനും സാധ്യത. അത് പക്ഷേ പിതാവിന് മാത്രമല്ല, പിതൃതുല്യരായവർക്കും ഗുരുതുല്യരായവർക്കും മാതൃതുല്യരായവർക്കും ഇതേ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക്, നല്ലൊരു അവസ്ഥയിലേക്ക് മാറും. പിന്നെ സന്താനങ്ങൾ, മക്കൾ, വലിയ മക്കളാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, പലതരത്തിലുള്ള പ്രയോജനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും മറ്റ് കാര്യങ്ങളിലുമൊക്കെ നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ജൂലൈ 17 തൊട്ട് ആഗസ്റ്റ് 16 വരെ പ്രതീക്ഷിക്കാം. അതിനുശേഷം ചിങ്ങം രാശിയിൽ വരുമ്പോഴത്തേക്ക് 12ാം ഭാവത്തിൽ സൂര്യൻ അനുകൂലമായിട്ടുള്ള ഭാവം തരത്തില്ല. ഓക്കെ. പക്ഷേ ചൊവ്വ അത് നിങ്ങളുടെ കർമ്മഭാവത്തിലേക്ക് വരുന്നു ഓഗസ്റ്റ് 2 മിഥുനം രാശിയിൽ. അതിനുശേഷം സെപ്റ്റംബർ 18 മുതൽ ചിങ്ങരാശിയിൽ നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് 11ാം ഭാവത്തിലേക്ക് വരുന്നു. പക്ഷേ അവിടെ ഒരു ന്യൂനതയുണ്ട്. ചൊവ്വയുടെ നീചരാശിയാണ് കർക്കിടകം. എന്നാൽ തന്നെയും ദോഷഫലങ്ങളില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യം മോശമല്ലാത്ത ഒരു കാലഘട്ടം നിങ്ങൾക്ക് തുറന്നു കിട്ടും ഓഗസ്റ്റ് 2 തൊട്ട് നവംബർ 12 വരെ. അതിനുശേഷം ചിങ്ങത്തിലേക്ക് ചൊവ്വ മാറുമ്പോൾ അനുകൂല ഫലമല്ല. അതിനുശേഷം പിന്നെ കർക്കിടകത്തിലൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഞാൻ പറയുന്ന ഒരു പ്രത്യേക കാലഘട്ടം ഇത് ജൂലൈ 17 തൊട്ട് നവംബർ 12 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. അത് ഒരു ഒന്നൊന്നര നേട്ടം തന്നെയായിരിക്കും. ഇടിവെട്ട സൗഭാഗ്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അതിൽ തന്നെ, അതായത് ജൂലൈ 17 നവംബർ 12 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ തന്നെ ഓഗസ്റ്റ് 2 ഓഗസ്റ്റ് 16 ഇടയ്ക്ക് സൂര്യനും ചൊവ്വയും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതാണ്. ചൊവ്വയും സൂര്യനും കൂടെ കൈകോർത്ത് പിടിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫലം തരുമ്പോൾ പ്രധാനമായിട്ടും പിതൃസ്വത്ത് ലഭിക്കാം, പൂർവിക സ്വത്ത് ലഭിക്കാം എന്ന് പറയുക. അച്ഛൻ്റെ മാത്രമല്ല, അമ്മയുടെയും സ്വത്ത്, കുടുംബ സ്വത്ത് നിങ്ങളുടെ പേരിൽ ലഭിക്കാം. അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ആദായം, അതല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയം എന്ന് പറഞ്ഞാൽ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ
അതിനാണ് ഈ ഭൂമി ക്രയവിക്രയങ്ങൾ എന്ന് പറയുന്നത്. അത് സംഭവമുണ്ട്. അതായത് സൂര്യൻ പിതാവുമായിട്ട് കണക്ഷൻ, ചൊവ്വ നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അപ്പോൾ ഇത് രണ്ടും കൈകോർത്ത് പിടിച്ച് നിങ്ങൾക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ളൊരു സാധ്യത, അതിൽ നിന്ന് ആദായം, അതല്ലെങ്കിൽ അത് ലോൺ വെച്ച് അല്ലെങ്കിൽ വിറ്റഴിച്ച് ഒക്കെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് 2026 ഓഗസ്റ്റ് 2 തൊട്ട് 2026 ഓഗസ്റ്റ് 16 വരെ. ഏകദേശം 2 ആഴ്ച ഏറ്റവും നല്ല സമയം ഇതിൽ തന്നെ. അതായത് ജൂലൈ 17-നും നവംബർ 12-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സമയം അതുതന്നെയാണ്. ഓക്കെ, കാര്യം സൂര്യനും ചൊവ്വയും ഒരുമിച്ച് അനുകൂലമായിട്ടുള്ള ഫലം തരുന്നു. പിന്നെ പൊതുവിൽ പ്രധാനമായിട്ടും ഞാൻ പറയുന്ന സൂര്യൻ്റെ മാത്രമല്ല, ചൊവ്വയുടെ മാറ്റം ആഗസ്റ്റ് 2-ന് കർമ്മഭാവത്തിൽ വരുന്നു. അതിനുശേഷം ലാഭസ്ഥാനത്ത് വരുന്നു നവംബർ 12 വരെ. ഓക്കെ, ഓഗസ്റ്റ് 2 തൊട്ട് നവംബർ 12 വരെയുള്ള കാലഘട്ടം വളരെയധികം മെച്ചപ്പെട്ടതായിരിക്കും. ഇടിവെട്ട് സൗഭാഗ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ചൊവ്വ കൊണ്ട് ഉള്ള നേട്ടങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം 1, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ എന്തെങ്കിലും കുരുക്കുകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. പിന്നെ വാഹന ലാഭം, അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങൾ ചൊവ്വ നമുക്ക് കൊണ്ടുവന്ന് തരും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, മിക്കവാറും നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലൊക്കെ ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറയും. അത് പക്ഷെ കിട്ടണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെറുതെ കിടന്ന് ഉറങ്ങിയാലൊന്നും പറ്റത്തില്ല. കുറേ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. അത് മറ്റ് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞതാണ്. എങ്കിലും നിങ്ങൾക്ക് അത് കേട്ടിട്ടില്ലാത്ത പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാണ്. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, പട്ടാളച്ചിട്ടയോടുള്ള കൃത്യനിഷ്ഠ, അങ്ങനെയുള്ള നിരവധി അനുഷ്ഠാനങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ബ്രഹ്മമുഹൂർത്തത്തിൽ കിടന്ന് ഉറങ്ങിയാലൊന്നും ശരിയാവത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലി, അതിൻ്റെ ശമ്പളം മാത്രമായിട്ട് വരുമാനം അതുമാത്രം എന്നുള്ള രീതിയിൽ പൊതുവേ ആരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും ജീവിക്കാറില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ശമ്പളം മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വിവിധ സ്രോതസ്സിൽ നിന്ന് നമുക്ക് ധനവരവുണ്ടാവില്ല, ധനാഗമം ഉണ്ടാവില്ല. അതുകൊണ്ട് സൈഡ് ബിസിനസ്സുകൾ ചെയ്തേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അവർക്കൊക്കെ പല രീതിയിലുള്ള സൈഡ് ബിസിനസ് ₹1 ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പേരിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ആവാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അവരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ പേരിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റൊരു കുടുംബാംഗത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ അമ്മ, ഓക്കെ, അവരുടെയൊക്കെ പേരിൽ ഇത് തുടങ്ങിയിട്ട് ഇൻഷുറൻസ് ഏജൻ്റായിട്ട് അവരെ ഒഫീഷ്യലായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാം. അത് ₹1 ചിലവില്ലാത്ത ഒരു പരിപാടിയാണ്. ഒഴിവ് സമയത്ത് നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ വേറെയുണ്ട്. പറ്റുമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആവുക. അതിന് ചിലവൊന്നുമില്ല. ഒരു ഫോൺ മാത്രം മതി, പരമാവധി. ഫോൺ പോലും വേണ്ട യഥാർത്ഥത്തിൽ. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അതിൻ്റെ ടേൺ ഓവർ അല്പം മുന്തിയതാണ്. 1 ലക്ഷത്തിന് മേളിലാണ് അതിൻ്റെ ടേൺ ഓവർ. കോടികൾ വരെ വരാം. അപ്പോൾ അതിൻ്റെ ഡെയിലി ഒന്നും നടക്കത്തില്ല. 1 വർഷത്തിലൊരിക്കൽ പോലും ചിലപ്പോൾ നടന്നു വരത്തില്ല. 2-3 കൊല്ലത്തിനിടയ്ക്ക് ഒരു ഭൂമി കച്ചവടത്തിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നമുക്ക് വരുമാനം വരും.
പക്ഷെ അതിന് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതായത് നമ്മുടെ ശമ്പളം മാത്രം പോരാ, മറ്റു രീതിയിലും വരുമാനമാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാര്യം വലിയ റിസ്ക് ഉള്ള ഒരു ബിസിനസ്സാണ്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. പിന്നെ വേറൊരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ ശമ്പളം വെറും 15,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് വെച്ചൊരു കളി കളിക്കാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരു നല്ല മാർഗമാണത്. നന്നായിട്ട് ആലോചിച്ച് കണക്ക് കൂട്ടി ചെയ്യാവുന്ന ഒരു സംഭവമാണ്. 15,000 രൂപ ശമ്പളം കിട്ടുന്നു. കണ്ണും അടച്ച് നിങ്ങൾ പോയി ഒരു ജ്വല്ലറിയിൽ നിന്ന് 1 ഗ്രാം സ്വർണം മേടിക്കുക. അപ്പോൾ ഈ വീട്ടു ചെലവിന് എന്തോ ചെയ്യും? അത് പണയം വെക്കുക. 15,000 രൂപയുടെ സ്വർണം പണയം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപ കിട്ടും. അത് വെച്ച് നിങ്ങൾ വീട്ടു ചെലവ് നടത്തുക. ആ മാസം ഇച്ചിരി മിണി പിടുത്തമൊക്കെ പിടിക്കാം. പക്ഷേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 5,000 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ സ്വർണത്തിന് വില ഇടിഞ്ഞു പോകാതെ, അത് ചെറിയതായിട്ടൊക്കെ ഇടിയും. ലോങ് റണ്ണിൽ സ്വർണത്തിന് വില കയറുക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ പലിശ അടയ്ക്കണ്ടേ? 10,000 രൂപയ്ക്ക് 200 രൂപ പരമാവധി. ഓക്കെ, അപ്പോൾ അടുത്ത മാസം നിങ്ങൾ ഒരു 1,000-2,000 രൂപ നിങ്ങൾ ഈ പലിശ അടയ്ക്കാനും മാത്രമല്ല അതിൻ്റെ മുതലടയ്ക്കാനും നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഈ 15,000 രൂപയുടെ സ്വർണ്ണം എടുത്ത് 10,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് പാർട്ടായിട്ട് നമ്മൾ മുതലും അടച്ച് വരുന്നു. എന്നിട്ട് പൂർണ്ണമായിട്ടും ആ പണയം എടുത്ത തുക പൂർണ്ണമായിട്ട് അടച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 15,000 രൂപയുടെ സ്വർണം നിങ്ങളുടെ കയ്യിലായി. ചിലപ്പോൾ ആ കാലയളവിൽ 2, 3, 4, 5 മാസത്തിനുള്ളിൽ ആ സ്വർണം നിങ്ങളുടെ സ്വന്തമാവുകയും ചെയ്യും. പിന്നെ വീണ്ടും സെയിം പരിപാടി തുടങ്ങുക. ശമ്പളം മേടിക്കുക, സ്വർണം മേടിക്കുക, സ്വർണം പണയം വെക്കുക, അത് പാർട്ടായിട്ട് അടച്ചു തീർക്കുക, കൈക്കലാക്കുക. സ്വർണത്തിന് വില കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു സംഭവമാണ്. പിന്നെ ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, പക്ഷേ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണയം വെക്കാൻ ഒക്കില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. സ്വർണ്ണ നാണയം പെട്ടെന്ന് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നിർദ്ദേശിക്കാത്തത്. ടൈം എടുക്കും, ഒരു 10 ദിവസം വരെയൊക്കെ അതിന് താമസം എടുത്തൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കഷ്ടിച്ച് 15,000 രൂപയുടെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്നവർക്കൊക്കെ ഈ കളി കളിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. അപ്പോൾ ഇതുപോലെ നിരവധി, അല്ലാതെ ഈ ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതൊക്കെ വലിയ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് നമ്മൾ ഉറപ്പിക്കുക. ഈ 3 കാര്യങ്ങൾ മാത്രമല്ല, വേറെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരുപാടുണ്ട്, അതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും സംഭവം ഇതാണ്. കന്നി രാശിക്കാരെ വലിയൊരു നല്ല കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുക. ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം നിങ്ങൾ നന്നായിട്ട് ഈ വരുന്ന കാലഘട്ടം ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 2 തൊട്ടാണ് അതിൻ്റെ ശരിക്കുമുള്ള ഒരു ടോപ്പ് ഗിയറിൽ വരാൻ പോകുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നത്, ഓഗസ്റ്റ് 2 തൊട്ട് ഓഗസ്റ്റ് 16 വരെയുള്ള കാലഘട്ടത്തിൽ ചൊവ്വയും സൂര്യനും ഒരുമിച്ച് അനുകൂലമാവുന്നു. നേട്ടം നിങ്ങൾക്ക് കൊയ്യാവുന്നതാണ്. എന്തായാലും തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ പരിഹരിക്കാം. അപ്പോൾ എല്ലാവർക്കും
വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.